മുഖ്യമന്ത്രി ഒരു സംഭവത്തിൽ സംസാരിച്ചു, പ്രതികരണം നടത്തി, ദുർവ്യാഖ്യാനം നടത്തി. അപ്പോൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു, ഞാൻ അങ്ങനെയല്ല അത് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അതല്ലേ ശരി? ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് മലപ്പുറം ജില്ലയെ കുറിച്ച് സഖാവ് പിണറായി പറഞ്ഞത് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളും ചില വർഗീയവാദികളും ശക്തമായി രംഗത്തേക്ക് വന്നപ്പോൾ സഖാവ് പിണറായി വിശദീകരിച്ചു, എൻ്റെ ഉദ്ദേശം അതല്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. പിണറായി അത് വിശദീകരിച്ച് കഴിഞ്ഞാൽ അവിടെ തീർന്നില്ലേ? ഒരാളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നു, തെറ്റായിട്ട് ഒരാൾക്ക് തോന്നി, ഒരാളിനോടത് പറഞ്ഞു, ഞാനത് വിശദീകരിച്ചു, ഞാനതല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം തീർന്നില്ലേ? അത് തീരൂല, ഇവർക്ക് തീരൂല കേട്ടോ, ഇവർക്ക് തീരൂല. ഇവർ നമ്മളെയും കൊണ്ട് ഫോണച്ചിട്ട് നടക്കുക രാവിലെ തന്നെ, അത് കയ്യിൽ വെച്ചാൽ മതി, നടക്കാൻ പോണില്ല എന്ന് മനസ്സിലേക്ക് വന്നു. അങ്ങനെ അടിക്കാൻ പാടുണ്ട്, മര്യാദയ്ക്ക് പോണ്ടേ? ഒരു കാര്യം ഞങ്ങളെ വിമർശിക്കാം, കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, തെറ്റില്ല, ഞങ്ങൾ മറുപടിയും പറയും, അതിന് തെറ്റില്ല. ഇങ്ങണ്ട് പറയുമ്പോൾ നന്നായിട്ട് കേൾക്കും, അങ്ങണ്ട് പറയുമ്പോൾ നന്നായി പറയും, അത് യാതൊരു സംശയം ആർക്കും വേണ്ട. അതങ്ങനെയല്ലേ? ഈ പ്രചരണം പാടുണ്ടോ? ഗവൺമെന്റ് എവിടെയെങ്കിലും തെറ്റിന് കൂട്ടുന്നോ? ഇവിടെ ഒരു പൂരണ്ടായി, പൂരത്തിന്റെ പ്രശ്നം ഉണ്ടായി. അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഗവൺമെന്റ് എടുത്ത സമീപനം എന്താ? പെശക് കാണിച്ച ഉദ്യോഗസ്ഥന്മാരോട് ഉദാര സമീപനമല്ല ഗവൺമെന്റ് സ്വീകരിച്ചത്. തെറ്റായ രൂപത്തിൽ വർഗീയ ശക്തികൾക്ക് കൂടി ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്തു എന്നതിൻ്റെ പേരിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മേഖലയിൽ വന്ന തകരാറിനെതിരായി കൃത്യമായ നിലപാടാണ് കേരള ഗവൺമെന്റ് സ്വീകരിച്ചത്. അവിടുത്തെ ആ സംഭവം നടക്കുന്ന സമയത്ത് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി, വിശദമായ അന്വേഷണം നടത്തി, ഉയർന്നു വന്ന 3 പ്രശ്നങ്ങൾക്ക് 3 തരം അന്വേഷണം നടത്തി. ഇപ്പോൾ ആ സമയത്ത് അതുമായൊക്കെ ബന്ധപ്പെടുത്തിയ വിഷയങ്ങളിൽ ഒരു ADGPക്കെതിരായിട്ട് തന്നെ നമ്മൾ നടപടി സ്വീകരിച്ചു. അദ്ദേഹം വഹിക്കുന്ന ചുമതലയിൽ നിന്ന് മാറ്റി. ഗവൺമെന്റ് ന്യായമായ പ്രവർത്തനം നടത്തുക. ഇവിടെ പ്രചരിപ്പിച്ച സമീപനം എന്താ? ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ആരോപണം ഉന്നയിക്കുന്നു, ഞങ്ങൾ ഇന്ന് രാവിലെ ആരോപണം ഉന്നയിച്ചു, പിന്നെ നാളെ രാവിലെ നടപടി എടുത്തില്ല. അങ്ങനെ ഒരു നടപടിയില്ല. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്നലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് ഇവിടെ മുഖ്യമന്ത്രിക്ക് കൊണ്ടേ കൊടുത്തു. അപ്പം തന്നെ ഞാൻ TV ചാനൽ തുറന്നു നോക്കി. അപ്പോൾ TV ചാനലിൽ നടപടി എടുത്തില്ല. എപ്പോൾ റിപ്പോർട്ട് കിട്ടി അപ്പം തന്നെ നടപടി. ഇതൊന്ന് വായിച്ചു നോക്കണ്ടേ? പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊക്കെ ഒന്ന് വായിക്കാനുള്ള സമയം തരണം. അത് തരണ്ടേ? അല്ല, നേരം വൈകി ഇപ്പോൾ 3 മണിക്കൂറായി. നാളെ ഇപ്പോൾ ഞാൻ കണ്ടു, ഒരു ആശുപത്രിയിൽ കറണ്ട് പോയി, എന്തോ ആ തകരാറാ, അത് നേരെയാക്കാൻ 2-3 മണിക്കൂർ എടുത്തു. ഇവരാണ്ട് ചെന്നിട്ട് 2 മണിക്കൂർ 22 മിനിറ്റായി, 2 മണിക്കൂർ 23 മിനിറ്റായി, 2 മണിക്കൂർ 24 മിനിറ്റായി, 2 മണിക്കൂർ 25 മിനിറ്റായി. എവിടുന്ന് വന്ന ആൾക്കാരെ ഇവര്? ഏത് നാട്ടിൽ നിന്ന് വന്നവരാണെന്ന്? ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണം നടത്താൻ പാടുണ്ടോ? നിങ്ങൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് ആശുപത്രിയുടെ കറണ്ട് പോയതിന്? ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ അല്ല, 16 മണിക്കൂർ ആ കറണ്ട് പോകുന്നത് നിങ്ങൾ മറക്കണ്ട. ഡൽഹി കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഡൽഹി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിലെ 6 വരി പാത ഏറ്റവും നീളത്തിൽ 600 കിലോമീറ്റർ വെട്ടിക്കൊണ്ടിരിക്കുക. അവിടെ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? അവിടെ ഇന്ത്യ ചരിത്രത്തിൽ ഇത്ര വേഗതയിൽ ഇത്ര നല്ല റോഡ് ഇതുവരെ മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല. 6 വരി പാത, അതിന് 2 സർവീസ് റോഡ്, രണ്ടും കൂടി കൂട്ടിയാൽ 8 വരി, ഏറ്റവും വേഗത്തിൽ. അതിലേക്ക് 5000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ വക, ഇതെല്ലാം കൊടുത്ത് വേഗത്തിൽ റോഡ് പണിയുന്ന കേരളത്തിലേ ഇവിടെ കുറച്ച് മാധ്യമക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ റോട്ടിലൊരു കുഴിയില്ലാണ്ടിരിക്കുമോ? കുഴിയില്ലാത്ത റോഡ് ലോകത്തുണ്ടാവോ? ഏതെങ്കിലും പഞ്ചായത്ത് റോട്ടിൽ കുഴിയില്ലാത്ത നാട്ടിലുണ്ടാവോ? ലോക ചരിത്രത്തിലുണ്ടാവോ? ഈ മാധ്യമം വടി പിടിച്ചോന്നെ പ്രധാനമന്ത്രിയൊക്കെ ഇവിടുത്തെ റോട്ടിലെ കുഴി ഇല്ലാണ്ടാവാൻ പോകുന്നുണ്ടോ? എന്നിട്ട് ഇറങ്ങിയിരിക്കുക ഒരു ഉന്തുവണ്ടി 3 വാഴക്കൊലിയേറ്റ്, ഇതാ കേരളത്തിലെ കുഴികൾ റോഡായി, പോയി പണി നോക്കണോ? എവിടെ എത്തിവര്? കമ്മ്യൂണിസ്റ്റ് വിരോധം മൂത്തിട്ടേ ഈ കേരളത്തിലെ പിണറായിയെ കാണുമ്പോൾ രാവിലെ കാലിൻ്റെ അടിയിൽ നിന്ന് പിന്നെ മുതലാളിക്ക് ലേശം കിലുക്കുണ്ടാവും, അതവിടെ കിലുങ്ങി നിൽക്കുള്ളൂ. ഇനിയും ഭരിക്കും കേരളത്തിൽ പിണറായി. ഇതാണോ വിചാരിച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ന്യായമായി ഞങ്ങളെ വിമർശിക്കാട്ടോ,
ഒരു വിരോധമില്ല. വിമർശിക്കണ്ടേ? വിമർശനം ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ? നിങ്ങളും ഞങ്ങളും ജനാധിപത്യ വിശ്വാസികളല്ലേ? ഞങ്ങളെ നന്നായി വിമർശിച്ചോളൂ. പക്ഷേ നിങ്ങൾക്കൊരു പരിക്കുണ്ടാവുന്ന രൂപത്തിൽ വിമർശിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നല്ല നിലയ്ക്ക് പോട്ടെ, നല്ല വിമർശനം. നിങ്ങൾക്കൊരു തെറ്റ് പറ്റാതിരിക്കാനുള്ള വിമർശനം. അത് രാഷ്ട്രീയ എതിരാളികളെല്ലാം ചെയ്യണം, തെറ്റില്ല. കളവ് പറയാൻ പാടില്ല, കളവ് പറയരുത്, അത് തെറ്റാ. പിന്നെ നോക്കൂ, നിങ്ങൾ ഇപ്പം നടപടി എടുത്താൽ പിന്നെ നടപടി എടുത്തില്ലേ? അതുപോലെ ഇത്ര പോരാ നടപടി, മനസ്സിലായോ? എന്നാൽ പിണറായി ഏത് നടപടി എടുത്താലും ഇവർക്ക് മതിയാവില്ലട്ടാ, അതെല്ലാവരും മനസ്സിലായിക്കൊള്ളണം. ഏത് നടപടി എടുത്താലും പോരാ. അതായത് അതിനാണ് ഇപ്പോൾ ഒരു സതീശൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിണറായി പറഞ്ഞു ചർച്ച, ഇരിക്കട്ടെ ഒരു ചർച്ച, അടിയന്തര പ്രമേയം ആവാം ഒരു ചർച്ച. പോയ വഴി കണ്ടിട്ടില്ല, പോയ വഴി മനസ്സിലായില്ലേ? അങ്ങനെ കാര്യം പറഞ്ഞിട്ടും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല. കാരണം എന്താ? ഞങ്ങൾ സത്യത്തിന്റെ ഭാഗത്താ, ജനങ്ങളുടെ ഭാഗത്താ, പാപങ്ങളുടെ ഭാഗത്താ.